ഏട്ടൻ്റെ നാട്ടിലെയും എൻ്റെ നാട്ടിലെയും ഒക്കെ ഉത്സവം കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ പോയത് അമ്മൻ്റെ നാടായ പയ്യോളിയിലെ ഒരു ഉത്സവത്തിനാണ് കേട്ടോ. അവിടെ ഉത്സവത്തിന് പോയപ്പം മാമീൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ അവിടുത്തെ മുറ്റത്തൊരു സാധനം ഇങ്ങനെ മരത്തുമ്പോൾ തൂങ്ങി കിടക്കുന്നത്. അതെന്താണെന്ന് ആലോചിച്ച് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെയാണോ എന്ന് കേട്ടോ. അതെന്താ നിങ്ങൾക്ക് കാണണ്ടേ? എന്നാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് സാക്ഷാൽ ഉന്നത്തിൻ്റെ കായല്ലേ, ഉന്നക്കായ എന്ന് പറയും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പഴത്തിൻ്റെ ആ ഉന്നക്കായ അല്ല കേട്ടോ ഇതൊരു അടിപൊളി ഉന്നക്കായാണ്. നമ്മൾ കിടക്കുന്ന ബെഡിലൊക്കെ ഉണ്ടാവുന്ന ഈ ഉന്നം ഉണ്ടാവില്ല ഗൈസ്, പഞ്ഞി പോലത്തെ സംഭവം, അതിൻ്റെ മരമായിരുന്നു കേട്ടോ അത്. അപ്പം അതിൻ്റെ അകത്തൊരു കുഞ്ഞ് ബ്ലാക്ക് കുരു ഉണ്ടാവും കേട്ടോ. പണ്ടൊക്കെ ഇതിങ്ങനെ എവിടെന്നെങ്കിലും വീണ് കിട്ടും കേട്ടോ. എൻ്റെ നാട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനമാണ്. എന്നിട്ട് ഇങ്ങനെ പറപ്പിക്കും, നൊസ്റ്റാൾജിക് ഫീൽ അടിച്ചു കിട്ടോ ഗൈസ്. അപ്പോൾ ഒന്നും നോക്കിയില്ല, എന്തായാലും ഒരു വടിയെടുത്ത് തള്ളിയിട്ടിട്ട് ഇങ്ങനെ പറത്തി കളിച്ചിട്ടോ കുറേ നേരം. അപ്പോൾ ഭരത് മോനും കൊണ്ടുപോയി കാണിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ അപ്പൂപ്പൻ താടി. എനിക്കിത് കണ്ടിട്ട് തിന്നാനൊക്കെ തോന്നിട്ടോ, എന്തോ ഒരു തിന്നാൻ തോന്നുന്ന ഫീൽ പോലെ. ഒരു കുഞ്ഞ് ബ്ലാക്ക് കുരു ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നേ. നിങ്ങൾ ഈ ഉന്നത്തിൻ്റെ കായ കണ്ടിട്ടുണ്ടോ ഗൈസ്? ഉന്നക്കായ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയിലൂടെ കണ്ടാട്ടോ. ഇതാണ് ഉന്നക്കായ. നമ്മുടെ ബെഡിൻ്റെ ഉള്ളിലൊക്കെ നിറയ്ക്കുന്ന ഉന്നമില്ലേ, അതാണ് ഇത് കേട്ടോ. അപ്പം ഇതിങ്ങനെ മരത്തുമ്മൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു, പച്ചയും ഉണങ്ങിയതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ പറിച്ചെടുത്തതാണ് കേട്ടോ. എനിക്ക് എന്തായാലും കുറേ കാലമായി ഇത് കണ്ടിട്ട്, ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാനിത് കുറേ പറപ്പിച്ച് കളിച്ചു ഗൈസ്. അപ്പം ബൈ ഗൈസ്, വീണ്ടും കാണാം.